ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന കണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ന്യൂമാൻ ആൻഡ് സമ്മറിന്റെ അഭിപ്രായത്തിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുതകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്നതാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ന്യൂമാൻ ആൻഡ് സമ്മറിന്റെ അഭിപ്രായത്തിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുതകളോ ആശയങ്ങളോ അഭിപ്രായങ്ങളോ വികാരങ്ങളോ കൈമാറുന്നു. ആരുടെയാണ്? ന്യൂമാൻ ആൻഡ് സമ്മർ. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആറെണ്ണമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതൊരു ഫോർമൽ ആവാം, അല്ലെങ്കിൽ ഇൻഫോർമൽ ആവാം. ദെൻ ദിശ മുകളിലേക്കാവാം, താഴേക്കാവാം, വശങ്ങളിലേക്കാവാം. ഇനിയും ഇതിന് കുറഞ്ഞത് രണ്ടുപേരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതെന്താണ്? ഒരു മെസ്സേജ് ആണ്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പ്രധാന അർത്ഥം എന്താണ്? ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു. വിവിധ രൂപങ്ങളുണ്ട്. അത് എങ്ങനെയാവാം? എഴുതുന്നതാവാം, പറയുന്നതാവാം, അല്ലെങ്കിൽ ആംഗ്യം കൊണ്ട് കാണിക്കുന്നതാവാം. അപ്പൊ ഈ മൂന്ന് രീതിയിലായിരിക്കാം ഏത് രീതിയിൽ പറയുന്നത്. വിവിധ രീതിയിൽ നമുക്ക് ആശയവിനിമയങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഇതൊരു ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞു, അവിടെ നിന്ന് റെസ്പോൺസ് ഉണ്ടെങ്കിൽ അടുത്ത് നമ്മൾ റിപ്ലൈ പറഞ്ഞു. അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് ആണ്. എസ് ഓർ നോ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു രീതിയിൽ നോക്കിച്ചാൽ മതി. ആ ഒരു പോയിന്റുകളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്തത്, ഇതിന്റെ ഒരു ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ദൂരത്തുള്ള ഒരാളിനെയോ നിങ്ങളുടെ സമീപത്തുള്ള ഒരാളിനെയോ ഒരു വിവരം അറിയിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഒരു ആശയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് പരിശോധിക്കാം. അപ്പം ആദ്യം ഒരു പ്രേക്ഷിതനുണ്ട്. അദ്ദേഹം സന്ദേശം പറയും. ദെൻ അതിനെ നമ്മൾ മനസ്സിലാക്കും. ദെൻ അതിനൊരു മാധ്യമം ഉണ്ടായിരിക്കും, ഒരു സ്വീകർത്താവ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഡീകോഡ് ചെയ്യും. ദെൻ ഫീഡ്ബാക്ക് കൊടുക്കും. ഇതാണ് ഇതിനകത്തുള്ള ആ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇതിനെ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. കമ്മ്യൂണിക്കേറ്ററിനെയാണ് പ്രേക്ഷിതൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾ. സന്ദേശം അയക്കുന്ന ആളാണ് പ്രേക്ഷിതൻ. ഇയാളിൽ നിന്നാണ് ആശയവിനിമയം എന്ന പ്രക്രിയ. ഇപ്പം ആശയവിനിമയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? സെൻഡർ അഥവാ കമ്മ്യൂണിക്കേറ്ററിൽ നിന്നാണെന്ന കാര്യം പഠിച്ചു വെക്കണം. പ്രേക്ഷിതൻ. ഇനിയും ആശയവിനിമയത്തിന്റെ സബ്ജക്റ്റ് ആണ് സന്ദേശം. അപ്പൊ സബ്ജക്റ്റ് നമ്മൾക്ക് കിട്ടി. ഇനി അതിനെ എൻകോഡിംഗ് അഥവാ സംജ്ഞാപദം എന്ന് പറഞ്ഞത് സന്ദേശം അയക്കുന്ന ചില വാക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇപ്പം ഡിജിറ്റൽ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഇമോജീസ് ഒക്കെ അയക്കും. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് മെത്തേഡ്സിലൊക്കെ നമ്മൾ അയക്കാറില്ലേ? ചിത്രങ്ങളായിട്ട്, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട്, അല്ലെങ്കിൽ വാക്കുകളായിട്ട് എന്നൊക്കെ അയക്കാറുണ്ടല്ലോ. അപ്പം ആശയം കൈമാറുന്നതിന് സന്ദേശം അയക്കുന്ന ആൾക്കാർ ചില വാക്കുകൾ, പ്രവൃത്തികൾ, ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയ പ്രതിരൂപങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് എൻകോഡിംഗ് അഥവാ സംജ്ഞാപദം എന്ന് പറയുന്നത്. ഇനി ഒരു മീഡിയ, സന്ദേശം അയക്കുന്ന മാർഗത്തെയാണ് മാധ്യമം. ഒന്നുകിൽ നമ്മളത് ടെലഫോൺ വഴിയാവും, പണ്ടത്തെ കാലത്ത് കത്ത്, റേഡിയോ. ഇപ്പോഴത്തെ കാലത്ത് എന്താണ്? വാട്സപ്പ്, ടെലഗ്രാം, അങ്ങനെയുള്ള മെത്തേഡ് വഴിയിട്ടോ, മെസ്സഞ്ചർ വഴിയിട്ടോ, ഫേസ്ബുക്ക് വഴിയിട്ടോ, അങ്ങനെ പല മാധ്യമങ്ങൾ വഴിയിട്ടാണ് ഇന്നത്തെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം അതിനൊരു സ്വീകർത്താവ്. അപ്പം നമ്മൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിനെ എൻകോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, രേഖകളാവാം, ചിലപ്പോൾ ഒരു PDF ആവാം, ചിലപ്പോൾ ചിത്രങ്ങളാവാം, എന്തെങ്കിലും അല്ലാത്ത കാര്യങ്ങളാവാം, എന്തുമാവാം. അപ്പൊ അതാണ് സംജ്ഞാപദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വീകർത്താവ് എന്ന് പറഞ്ഞ എന്താണ്? സന്ദേശം സ്വീകരിച്ച ആളാണ് സ്വീകർത്താവ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സന്ദേശകർത്താവിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങളെ സ്വീകർത്താവ് സാധാരണ ഭാഷ, ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കും, അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഇതിനെയാണ് ഡീകോഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഫീഡ്ബാക്ക് എന്താണ്? സന്ദേശം ലഭിച്ചതിനുള്ള റിപ്ലൈ. ഇപ്പൊ നമ്മൾക്ക് ഒരു ആളിലും മെസ്സേജ് ചെയ്ത് നിനക്ക് സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. അതായത് നമ്മൾ കിട്ടി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. സന്ദേശം സ്വീകർത്താവിന് മനസ്സിലായോ എന്ന് പ്രതികരണത്തിലൂടെ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 7 പ്രോസസ്സ് വഴിയിട്ടാണ് പ്രധാനമായിട്ടും നടക്കുന്നത്.
പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്. സെന്ററിന്റെ സബ്ജക്റ്റ് ആണ് സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻകോഡിംഗ് എന്ന് പറഞ്ഞത് രേഖകളാവാം, ചിത്രങ്ങളാവാം, വീഡിയോസ് ആവാം, പ്രവൃത്തികളാകാം, ചിലപ്പോൾ ഇമോജീസ് ആവാം, എന്തും അതിനെയാണ് സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏത് മീഡിയം വഴിയാണ്, വാട്സപ്പ് വഴിയിട്ടാണോ, ഫേസ്ബുക്ക് വഴിയിട്ടാണോ, ഇൻസ്റ്റഗ്രാം വഴിയിട്ടാണോ, അത് ഏത് മാധ്യമമാണ് നമ്മൾ ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ദെൻ ആർക്കാണ് അയച്ചിരിക്കുന്നത്, ദെൻ ആ സ്വീകർത്താവിന് ശേഷമാണ് ഡീകോഡിംഗ് വരുന്നത്. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അത് മനസ്സിലാക്കിയിട്ട് അതിന് ഉള്ള റിപ്ലൈ തരുന്നതാണ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നു. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നു. ഇനി പ്ലാൻ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ആശയവിനിമയം ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കണം. ഇതിനെല്ലാം എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ? സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകളെയും ജീവനക്കാരെയും ഏകോപിപ്പിക്കുന്നു ഇത് ഏതാ? ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആ പല ഡിപ്പാർട്ട്മെന്റുകളെയും കമ്മ്യൂണിക്കേഷൻ വഴിയിട്ടാണ് ആ ജീവനക്കാരെ എല്ലാം ഒത്തുപോകുന്നത്. ഇനി ആശയവിനിമയത്തിലൂടെ ഉൽപാദനക്ഷമത കൂടും. ഇപ്പൊ നല്ല ആൾക്കാരാണ്, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവരോട് സഹകരിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യത്തില്ലേ? പിന്നെ എന്താണ്? ഉൽപാദന ചെലവ് കുറയുകയും ചെയ്യും. ഇപ്പൊ ആശയവിനിമയത്തിലൂടെ ഇപ്പൊ അവിടെ ഷെയറിങ് ഫെസിലിറ്റി, ഇപ്പൊ അതായത് നമുക്ക് പല രീതിയിലും ക്ഷമത കൂടുകയും ഉൽപാദന ചെലവ് കുറയുകയും ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ വഴി. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കടയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരത്തില്ലേ? അതും ഒക്കെ വേണമെങ്കിൽ എന്തിനാണ്? ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫലപ്രദമായ നേതൃത്വം ഉണ്ടാകുന്നു. ഒരു ലീഡർഷിപ്പ്, നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്? നല്ല ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ, അപ്പൊ അതായത് നമ്മൾ അവരെ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്, ഇതിന് കഴിവുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജീവനക്കാർക്ക് നല്ല രീതിയിൽ ഇൻസ്പിറേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് പ്രാധാന്യം? ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ സാധിക്കും. ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങൾ നടക്കും. പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, വിവിധ വകുപ്പുകളെ പിന്നെ ഏകീകരിക്കാൻ പറ്റും. തന്നെ ഉൽപാദനക്ഷമത കൂടുകയും ഉൽപാദന ചെലവ് കുറയുകയും ചെയ്യുന്നു. ഫലപ്രദമായ നേതൃത്വം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. ഇനി ഫോർമലായിട്ടും ഇൻഫോർമലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഔപചാരികം എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എന്താണ്? എല്ലാം കീപ്സ് റെക്കോർഡ്സ് ആയിരിക്കും, ഔദ്യോഗികമായിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ. അതിന് നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഒരു ചർച്ച വിളിച്ചു കൂട്ടുവാണ്, അപ്പൊ അവിടെ ഒരു ആശംസാ പ്രസംഗം, അതുപോലെ തന്നെ കൃതജ്ഞത, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലി പറയുന്ന സമയത്ത്. അനൗപചാരികമാകുമ്പോൾ അത് ഔദ്യോഗികമല്ല. അപ്പൊ അതിനൊരു സീക്വൻസ് കാണും, ഒരു ഓർഡറിലായിരിക്കും ഏത് ഔപചാരികം വരുന്നത്. ക്രമവും ചിട്ടയും ഒന്നുമില്ല. നമ്മൾ നോർമലി ടോക്ക് ചെയ്യുന്നു അനൗപചാരികം. ആ ഔപചാരികം ഡോക്യുമെന്റഡ് ആണ്, സ്വന്തമായിരിക്കും, അത് പെർമനന്റ് ആയിരിക്കും. മറ്റെന്താണ്? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി പറയാവുന്നതാണ്. മറ്റേതെന്താണ്? നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രിപ്പറേഷന്റെ ഒന്നും ആവശ്യമില്ല. സോ നമുക്ക് ഇപ്പൊ പറഞ്ഞു അതിന് തന്നെയുള്ള സഡൻ റെസ്പോൺസ് കിട്ടുന്നു. അപ്പൊ അവിടെ എന്താണ്? വേഗം കൂടുതലാണ് അനൗപചാരികമാണെങ്കിൽ. പക്ഷെ ഔപചാരികമാണെങ്കിൽ എല്ലാവരുടെയും സമയത്തും എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്തു പറയുമ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഒരു കാര്യം അവതരിപ്പിക്കാനാണ് നമ്മളൊരു മീറ്റിംഗ് കൂടിയെങ്കിലും ഒഫീഷ്യൽ മീറ്റിംഗ് ആകുമ്പം ഒരു കാര്യം പറയാനാണെങ്കിൽ പോലും ഏകദേശം 1 മണിക്കൂറത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ അരമണിക്കൂറത്തെ പറ്റും. ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യമായിരിക്കും അത് അനൗപചാരികത്തിൽ വരുന്ന സമയത്ത്. ഔപചാരികമാകുമ്പോൾ ആ 1 മിനിറ്റത്തെ കാര്യം പറയാൻ ഏകദേശം അരമണിക്കൂറോളം നമ്മൾക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അത്രയും ടൈം എടുക്കേണ്ടതായിട്ട് വരും. ഈ സ്ഥാപനത്തിന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ആവശ്യം ഔപചാരികം വരുന്നത്. ഇനി സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അനൗപചാരികമായിട്ട് പറയും, നമ്മൾ നോർമലി അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും. വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെടുക്കും? അനൗപചാരികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ മാതൃകയാണ് വരുന്നത്. എന്താണ് വീൽ മാതൃക? ഇവിടെ കേന്ദ്ര സ്ഥാനത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങളിലേക്ക് ആശയവിനിമയം നടക്കുന്നതാണ് ഏത്? വീൽ മാതൃക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വീൽ മാതൃക എന്ന് പറഞ്ഞത്? ഈ സെന്റർ ആയിട്ട് ഒരാൾ ഇട്ടിരിക്കും, 4 സൈഡിലും കസേര ഇട്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണെങ്കിൽ എന്താണ്? വീൽ പാറ്റേൺ എന്നാണ് പറയുന്നത്.
ഇനി ചെയിൻ മാതൃക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബസ്സിനകത്തിരിക്കുന്നത് പോലെ ആ, ഇത് എ ബി സി ഇപ്പുറത്തെ പിക്ചർ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അതിനെ ചെയിൻ പാറ്റേൺ എന്നാണ് പറഞ്ഞത്. ഒരു കീഴുദ്യോഗസ്ഥനും അയാളുടെ നേരിട്ടുള്ള മേലുദ്യോഗസ്ഥനും തമ്മിൽ മാത്രം ആശയവിനിമയം അനുവദിക്കുന്ന മാതൃകയാണിത്. മാതൃകയിൽ ചെയിൻ്റെ അറ്റത്തുള്ളവർക്ക് തൊട്ടടുത്ത വ്യക്തിയുമായി മാത്രമേ ആശയവിനിമയം സാധിക്കത്തുള്ളൂ. അപ്പൊ അതായത് ഒരു കീഴുദ്യോഗസ്ഥനും അയാളുടെ നേരിട്ടുള്ള മേലുദ്യോഗസ്ഥനും തമ്മിൽ, അപ്പൊ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ മാതൃക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ, അതായത് ഒറ്റ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആ ഒരു ഓർത്തേച്ചാൽ മതി. KSRTC ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ അടുത്തിരിക്കുന്ന വ്യക്തികളുടെ മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കും. നമ്മുടെ കൂട്ടല്ല, ആ ഒരു രീതിയിൽ നോക്കിച്ചാൽ മതി. കാണിച്ചു തരാം. കണ്ട ABCD എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അതാണ്. അതായത് ആ ഒരു മേലുദ്യോഗസ്ഥനും തൊട്ടടുത്ത കീഴുദ്യോഗസ്ഥനും മാത്രമായിരിക്കും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഇനി അടുത്ത സർക്കിൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും രണ്ടുപേരുമായിട്ട് ആശയവിനിമയം സാധിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുമായിട്ട് പറ്റും, എക്ക് ഇയും ബിയുമായിട്ടും, ഇക്ക് എയുമായിട്ടും ഡിയുമായിട്ടും, സിക്ക് ഡിയുമായിട്ടും ബി, അത് രണ്ടുപേരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് സർക്കിൾ മാതൃക എന്ന് പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ മാതൃക ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ചെയിന്റെ കാര്യം പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് മാത്രം. ഈ സർക്കിൾ മാതൃകയ്ക്ക് അത് രണ്ടുപേരുമായിട്ട് പറ്റും. മറ്റേത് സെൻട്രലിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് ബാക്കി ചുറ്റുപാടും ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, വീൽ മാതൃക എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതൂടെ ഉണ്ട്, അതോടെ നമുക്ക് നോക്കാം. എല്ലാ രീതിയിലുമുള്ള മാതൃക വേണമെങ്കിൽ നമുക്കൊരു നക്ഷത്രം പോലെയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ മാതൃകയിൽ ഏതൊരു വ്യക്തിക്കും മറ്റെല്ലാവരോടും ആശയവിനിമയം സാധിക്കും. അപ്പൊ അതെന്താണ്, ഓൾ ചാനൽ പാറ്റേൺ, എല്ലാ രീതിയിലുമുള്ള മാതൃക എന്നാണ് പറഞ്ഞത്. എല്ലാ വ്യക്തികളോടും, ഏതൊരു വ്യക്തിക്കും മറ്റെല്ലാവരോടും ആശയവിനിമയം നടത്താൻ പറ്റുന്നത് ഓൾ ചാനൽ പാറ്റേൺ ആണ്, കമ്മ്യൂണിക്കേഷൻ ലെവലിനകത്തുള്ള മാതൃക എന്ന് പറയുന്നത്. ഇനി തലകീഴായിട്ടുള്ള വി മാതൃക എന്ന് പറഞ്ഞത്, ഈ മാതൃകയിൽ ഒരു കീഴ് ജീവനക്കാരന് തന്റെ തൊട്ടടുത്ത മേലുദ്യോഗസ്ഥനുമായും അയാളുടെ മേലുദ്യോഗസ്ഥനുമായും ആശയവിനിമയം നടത്താൻ കഴിയുന്നതാണ് തലകീഴായ വി മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വി പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കീഴ് ജീവനക്കാരന് തന്റെ തൊട്ടടുത്ത മേലുദ്യോഗസ്ഥനുമായും അയാളുടെ മേലുദ്യോഗസ്ഥനുമായിട്ടും ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. ഒരു കീഴ് ജീവനക്കാരന് തന്റെ തൊട്ടടുത്ത മേലുദ്യോഗസ്ഥനുമായും അയാളുടെ മേലുദ്യോഗസ്ഥനുമായിട്ടും അത് നടത്താൻ സാധിക്കുന്നതാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തു വെച്ചിരിക്കണം. ഇതാണ് ഇതിനകത്തെ 5 മാതൃകകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. തലകീഴായിട്ടുള്ള വി മാതൃക, ഇൻവേർട്ടഡ് വി പാറ്റേൺസിനകത്ത് കീഴ് ജീവനക്കാരന് 2 മേലുദ്യോഗസ്ഥരുമായിട്ട് വരുവാണെങ്കിൽ അത് പറയും. ഓൾ ചാനൽ പാറ്റേൺ പറഞ്ഞാൽ എന്ത് പറയണം, മൊത്തത്തിൽ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സർക്കിൾ മാതൃക എന്ന് പറഞ്ഞാൽ 2 പേരുമായിട്ട്. ചെയിൻ മാതൃക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട്. വീൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രസ്ഥാനത്തുള്ള വ്യക്തിയിൽ നിന്ന് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളിലേക്ക് ആശയവിനിമയം നടക്കുന്നു. സിമ്പിൾ അല്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ അത്രയും കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. താങ്ക് യു.